ചാർക്കോൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പകുതി ചിരട്ട എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് കത്തിച്ചെടുക്കണം. ഇവിടെ ഞാൻ പുറത്ത് വെച്ചാണ് കത്തിച്ചെടുക്കുന്നത്. ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കത്തിച്ചെടുക്കേണ്ട. അടുപ്പിൽ വെച്ച് കത്തിച്ചെടുക്കാൻ സൗകര്യമുള്ളവർ അടുപ്പിൽ വെച്ച് കത്തിച്ചെടുത്താൽ മതി. ഇത് നന്നായി കത്തിത്തീരണം. കത്തിയതിന് ശേഷം ഞാൻ ഇവിടെ എടുത്ത് വെച്ചതാണിത്. ഇനി നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇത് നന്നായി പൊടിച്ച് അരിച്ചെടുക്കണം. സാധാരണ ദോശമാവിലേക്ക് ഇട്ട് കൊടുക്കാം. അരക്കപ്പ് ദോശമാവിലേക്ക് 1.5 ടീസ്പൂണാണ് അളവ്. സാധാരണ മസാല ദോശ ഉണ്ടാക്കുന്ന ദോശ ബാറ്ററാണിത്. ഉഴുന്നും പച്ചരിയും വെച്ചിട്ടുള്ള ബാറ്ററാണിത്. നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി സോസ് പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാതിന് ശേഷം ദോശ ചുട്ടെടുക്കാം. നല്ല തിന്നായിട്ട് ദോശ ചുട്ടെടുക്കാം. ഇനി മുകളിൽ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. സൈഡെല്ലാം മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി നെയ്യ് തടവി കൊടുക്കാം. ഇനി ഇത് സൈഡെല്ലാം മൊരിഞ്ഞ് വിട്ട് വരണം. സൈഡെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് റോൾ ചെയ്തെടുക്കാം. ഇതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ഇവിടെ ദോശ ഞാൻ ഇവിടെ കുറച്ച് ചാർക്കോൾ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കളറിന് വേണ്ടിയാണ്. 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ കുറച്ച് കളർ കുറവാണ്. അരക്കപ്പിന് 1.5 ടീസ്പൂൺ കളർ കുറവാണ്. 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കണം. ഇനി ഇത് സൈഡെല്ലാം മൊരിയട്ടെ. സൈഡെല്ലാം മൊരിഞ്ഞ ശേഷം ഞാൻ ഇവിടെ കുറച്ച് നെയ്യ് തടവി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് റോൾ ചെയ്തെടുക്കാം. ഇനി റോൾ ചെയ്ത് ഇത് ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ 2 ദോശയും റെഡി ആയിട്ടുണ്ട്. കളർ കുറഞ്ഞതും ചാർക്കോൾ കൂടുതൽ ചേർത്തതും. കഴിക്കാൻ ടേസ്റ്റ് ചാർക്കോൾ കുറവുള്ള ദോശയാണ്. സാധാരണ ദോശ കഴിക്കുമ്പോൾ തന്നെയാണ്. ടേസ്റ്റ് ഡിഫറെൻ്റ് ഒന്നുമില്ല. പക്ഷേങ്കിലും ചാർക്കോൾ കൂടുതലുള്ള ദോശയേക്കാൾ നല്ലത് ചാർക്കോൾ കുറവുള്ള ദോശയാണ്. ഒരു രസത്തിന് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡായ ചാർക്കോൾ ദോശ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പി